Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. ഇന്നൊരു നാടൻ ഫുഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. തേങ്ങാച്ചോറും മുളകിട്ട ബീഫ് കറി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. തേങ്ങാച്ചോറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല മുളകിട്ട ബീഫ് കറിയാണ്. തേങ്ങാച്ചോറ് നമ്മൾ പല രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇതിപ്പോൾ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ തേങ്ങാച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത്. തേങ്ങാച്ചോറും ബീഫ് കറി ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാച്ചോറും ബീഫ് കറിയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് മട്ടേരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടേരി തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് അരി ആയാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമ്മൾ അരി എടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് തേങ്ങ ചെരുവിയതെടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് ചെറിയുള്ളി അരിഞ്ഞതും. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ഉപയോഗിക്കുക. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. കഴുകി വെച്ചിട്ടുള്ള അരി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, തേങ്ങ, ഉലുവ, കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയുള്ളിൻ്റെയും തേങ്ങേൻ്റെ ഒക്കെ ഫ്ലേവർ റൈസിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്സ് ചെയ്ത് വെച്ച അരി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിജയിൻ്റെ പാലക്കാടൻ മട്ട അരിയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിൻ്റെ വേവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റം ഉണ്ടാവും. വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളം കറക്റ്റാണ്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആകുമ്പോഴാണ് ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. എനിക്ക് സാധാരണ 1 വിസിൽ കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടാറുണ്ട്. ഒരു വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രഷർ കടന്നിട്ട് തന്നെ അരി ഒന്നും കൂടി കുക്കായിക്കോളും. പ്രഷർ പോയ ശേഷമാണ് നമ്മൾ കുക്കർ തുറന്ന് നോക്കേണ്ടത്. ഇനി റൈസ് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. അരിയൊക്കെ നല്ല വേറിട്ട് നിൽക്കുന്നുണ്ട്, കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി തയ്യാറാക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ആദ്യം ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. കുക്കറിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ ബീഫ് എപ്പോഴും മസാല തേച്ച് വെക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനിതിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ബീഫ് ഇവിടെ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ബീഫ് ഇങ്ങനെ മസാല തേച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുക്കറിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവയും വലിയ ജീരകം കൂടി എണ്ണയിലിട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറി. ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരണം, അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സവാളൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് തക്കാളി അരിഞ്ഞും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്താൽ മതി. തക്കാളിയൊക്കെ വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രേവിയിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ചാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. പ്രഷർ പോയ ശേഷമാണ് കുക്കർ തുറന്ന് നോക്കേണ്ടത്. ആ പ്രഷറിൽ കിടന്നിട്ട് ബീഫ് ഒന്നും കൂടി കുക്കായിട്ട് വരും. ഇനി കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. ഈ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറും ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ചൂടോട് കൂടെ തേങ്ങാച്ചോറും ബീഫ് കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോസും മിസ്സാവാതെ കാണാനും സാധിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്